കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ക്രൂരമായ അതിക്രമങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി ശ്രീനഗറിലെ ഷെർ-ഇ-കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ 27 വയസ്സുള്ള നഴ്സ് സർല ഭട്ടിന്റെ കൊലപാതകത്തെ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ജമ്മു കാശ്മീരിലെ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് SIA. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകാൻ കാരണമായ നിരവധി ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു സർലയുടേത്. അടുത്തിടെ ഈ കേസ് വീണ്ടും തുറന്നതോടെ 1990കളിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളുടെയും ഭീകരമുഖം വീണ്ടും വെളിവാക്കുകയാണ്. 1990കളിലെ കാശ്മീർ താഴ്വര ഭീകരവാദികളുടെ കൈകളിലായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളെ ഭീഷണിപ്പെടുത്തി താഴ്വരയിൽ നിന്ന് ഓടിക്കാനായി കൊലപാതകങ്ങളും മറ്റ് അക്രമങ്ങളും പതിവായിരുന്നു. ഈ സമയത്താണ് സർല ഭട്ട് എന്ന ധീരയായ യുവതി ഭീകരവാദികളുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം മണ്ണിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ധൈര്യം കാണിച്ചത്. അനന്തനാഗിൽ ജനിച്ച സർല ശ്രീനഗറിലെ ഷെർ-ഇ-കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നഴ്സായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. താഴ്വരയിലെ സർക്കാർ ജോലികൾ ഉപേക്ഷിച്ച് പോകണമെന്ന ഭീകരവാദികളുടെ മുന്നറിയിപ്പിനെ അവഗണിച്ച് ധീരയായ വനിതയായിരുന്നു സർല. 1990 ഏപ്രിൽ 18-ന് സർല താമസിച്ചിരുന്ന ഹബ്ബ ഖാത്തൂർ ഹോസ്റ്റലിൽ നിന്ന് ആയുധധാരികളായ ഭീകരവാദികൾ അവരെ തട്ടിക്കൊണ്ടുപോയി. ഒരുപാട് പേർക്ക് ആശ്വാസമായിരുന്ന സ്വന്തം ജോലിയിൽ വിശ്വസിച്ച് ജീവിച്ച ഒരു യുവതിയെ ക്രൂരമായ ഒരു വിധി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഏപ്രിൽ 19-ന് മല്ലാബാഗിലെ ഉമർ കോളനിയിൽ വെടിയുണ്ടകളേറ്റ് വികൃതമാക്കപ്പെട്ട നിലയിൽ സർലയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിനൊപ്പം പോലീസ് ഇൻഫോർമന്റ് ആണ് സർല എന്ന് എഴുതിയ ഒരു കുറിപ്പും കണ്ടായിരുന്നു. ഇത് ഭീകരവാദികളുടെ ആക്രമണത്തിന് ഒരു കാരണം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. യഥാർത്ഥത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു അത്. ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത കാശ്മീരി പണ്ഡിറ്റ് സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിലാക്കി. സർലയുടെ മരണശേഷം അവരുടെ കുടുംബത്തിനും ഭീഷണികൾ നേരിടേണ്ടി വന്നു. ഭീഷണിയെ തുടർന്ന് മൃതദേഹം സംസ്കരിക്കാൻ പോലും കുടുംബാംഗങ്ങൾക്ക് ഭയമായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി ക്രൂരതകൾക്ക് ശേഷമാണ് ഭൂരിഭാഗം കാശ്മീരി പണ്ഡിറ്റുകളും തങ്ങളുടെ സ്വന്തം മണ്ണിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായത്. 1990കളുടെ പകുതിയോടെ ഏകദേശം 4 ലക്ഷത്തോളം പണ്ഡിറ്റുകൾ ജമ്മു, ഡൽഹി, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തു. സ്വന്തം വീടും സമ്പാദ്യവും സംസ്കാരവും എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അനാവരണം ചെയ്യാൻ വീണ്ടും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ശ്രീനഗറിലെ 8ഓളം പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി. ഇതിൽ മുൻ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് പീർ നൂറുൽ ഹഖ് ഷായുടെ വീട്ടിലും പരിശോധന നടന്നു. സർലയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സാധ്യതയുള്ള ഡിജിറ്റൽ വിവരങ്ങളും മറ്റ് രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, മറിച്ച് ഭീകരവാദികളുടെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സർലയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ക്രൂരമായി ഉപദ്രവിക്കുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്ത ശേഷമാണ് കൊലപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. സർല ഭട്ടിന്റെ കൊലപാതകം ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാശ്മീരിലെ പണ്ഡിറ്റ് സമൂഹം അനുഭവിച്ച ദുരിതങ്ങൾക്കും അതിജീവനത്തിനുമുള്ള ഒരു പ്രതീകമായി സർല ഇന്നും നിലകൊള്ളുന്നു. നീതിക്കായി ഒരുപാട് കാലം കാത്തിരുന്ന ഒരു ജനതയുടെ വേദനയുടെ പ്രതീകമാണ് ഈ കേസ്. ഇപ്പോഴാരംഭിച്ച അന്വേഷണം അവർക്ക് നീതി നൽകുമെന്നും ഈ ക്രൂരതകൾ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.